Hello everyone, it's me Shana. Welcome to my YouTube channel Science Home Tutor Learn Easy. So last class നമ്മൾ factors affecting friction, the three types of friction, that is static friction, sliding friction and rolling friction. ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ? ഈ ഒരു വീഡിയോയോട് കൂടി we will complete this chapter. Part 1 കാണാത്തവർ please go and watch that video and don't forget to subscribe, like and hit that bell icon. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ സോളിഡിലുള്ള ഫ്രിക്ഷനെ കുറിച്ച് പഠിച്ചു അല്ലേ? നൗ വി വിൽ ലേൺ ദ ഫ്രിക്ഷൻ ഇൻ ലിക്വിഡ് ആൻഡ് ഗ്യാസ്, ദാറ്റ് ഈസ് ഫ്ലൂയിഡ്സ്. സോ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. സോ വാട്ട് ഈസ് എ ഫ്ലൂയിഡ്? എ ഫ്ലൂയിഡ് ഈസ് എനി സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഫ്ലോ. ഒഴുകാൻ പറ്റുന്ന എന്ത് സബ്സ്റ്റൻസിന് നമ്മൾ എന്താ പറയുക? ഫ്ലൂയിഡ് എന്നാണ് പറയുക. ദാറ്റ് ഈസ് ഗ്യാസിനും ഒഴുകാൻ പറ്റും ആൻഡ് വാട്ടറിനും ഫ്ലോ ചെയ്യാൻ പറ്റും അല്ലേ? സോ ദ കോമൺ നെയിം ഓഫ് ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ഈസ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സും ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഫ്ലൂയിഡ്സ് എക്സേർട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ ഒബ്ജക്ട്സ് വിച്ച് മൂവ്സ് ത്രൂ ദം. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് എയറിലൂടെ പോകുന്നത് എന്തൊക്കെയാണ്? നമ്മൾ കാറ് പറയാം, എക്സാമ്പിൾ കാർ, ബസ്, aeroplane, rockets, birds, isn't it? In all these cases, air exerts frictional force on these objects. If a car is moving on a road, two types of frictional forces acting. ഏതൊക്കെ ആയിരിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ച റോളിംഗ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ വീൽസ് ആൻഡ് ദ സർഫസ് ഓഫ് ദ ഗ്രൗണ്ട് അല്ലേ? ആൻഡ് ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ആ കാറിൽ ആക്ട് ചെയ്യുന്നത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണ്, ബൈ ദ എയർ. എയർ എക്സേർട്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? യെസ്, ഇറ്റ് വിൽ ഓൾസോ ആക്ട് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദാറ്റ് ഒബ്ജെക്ട്, ഇസ്ന്റ് ഇറ്റ്? നൗ വിച്ച് ആർ ദ ഒബ്ജെക്ട്സ് മൂവിങ് ത്രൂ വാട്ടർ? ഓഫ് കോഴ്സ് അക്വാറ്റിക് അനിമൽസ് ഉണ്ടാകും, അത് പോരാണ്ട് നമ്മളും വി യൂസ് ടു സ്വിം അല്ലേ? ബിസൈഡ്സ് ദാറ്റ് ബോട്ട്സ്, സ്പീഡ് ബോട്ട്സ്, സബ്മറൈൻസ് മൂവ്സ് ഇൻ വാട്ടർ, ഇസ്ന്റ് ഇറ്റ്? So water also exert force of friction on these objects. So what happened to the speed of that objects? Of course, our objects ellam avade slow down avule. Friction slows down the moving objects, isn't it? Now let's see what are the factors which affects the magnitude of frictional force acting on a fluid. First chapter il nammal padichittunde what is a magnitude. Magnitude of force nu parna endana? It is the strength of force alle. ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ എത്രത്തോളം ഫ്രിക്ഷൻ ആക്ട് ചെയ്യും, എത്ര കുറവായിരിക്കും, എത്ര കൂടുതലായിരിക്കും, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. ദ ഫസ്റ്റ് ഫാക്ടർ ഇസ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഷേപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ദ നേച്ചർ ഓഫ് ഫ്ലൂയിഡ്. ലെറ്റ്സ് സീ ഹൗ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ഓൺ ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. എത്രത്തോളം സ്പീഡിൽ പോകുന്നോ അത്രത്തോളം ഫ്രിക്ഷണൽ ഫോഴ്സും കൂടും. ആസ് സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻക്രീസസ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൾസോ ഇൻക്രീസസ്. നെക്സ്റ്റ് ഇസ് ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ്. ബ്രോഡ് ആയിട്ടുള്ള, അതായത് ഏരിയ കൂടിയിട്ടുള്ള ബിഗ് സൈസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസിന് ഫ്രിക്ഷൻ കൂടും. ആൻഡ് ദ തേർഡ് ഫാക്ടർ ഇസ് നേച്ചർ ഓഫ് ഫ്ലൂയിഡ്. വാട്ടറിനെ അപേക്ഷിച്ച് എയറിന് തിക്നെസ് കുറവാണ് അല്ലേ? ഇറ്റ് ഇസ് തിൻ, എയർ ഇസ് തിൻ എന്ന് പറയാം. കമ്പയറിംഗ് ടു എയർ, വാട്ടർ ഇസ് തിക്ക്, ഇസ്ന്റ് ഇറ്റ്? എയറിന് പെട്ടെന്ന് ഫ്ലോ ചെയ്യാൻ പറ്റും, പക്ഷെ വാട്ടറിന് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇസ്ന്റ് ഇറ്റ്? കമ്പയറിംഗ് ടു air. So being thick and resist to flow, we can say water is viscous and air is thin. So ഏതിലായിരിക്കും ഫ്രിക്ഷൻ കൂടുതൽ ഉണ്ടാവുക? ഓഫ് കോഴ്സ് തിക്ക് ആയിട്ടുള്ള വിസ്കസ് ആയിട്ടുള്ള വാട്ടറിലായിരിക്കും കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാവുക, ഇസ്ന്റ് ഇറ്റ്? ഇനി ഈ ഒബ്ജക്റ്റുകൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ, ഈ ഫ്ലൂയിഡ്സിലൂടെ മൂവ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനെ ഓവർകം ചെയ്യണം അല്ലേ? ഫ്രിക്ഷൻ കൂടുന്തോറും ഈ വെഹിക്കിൾസിന് കൂടുതൽ എനർജി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? ഫ്രിക്ഷൻ പ്രൊഡ്യൂസസ് ഹീറ്റ് എന്ന് പഠിച്ചല്ലോ നമ്മൾ. സോ എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എനർജി. ആൻഡ് കാർ, എയ്റോപ്ലെയിൻ, ബോട്ട് എന്തിലാണെങ്കിലും വി ആർ യൂസിങ് ഫ്യൂൾസ്, പെട്രോൾ, ഡീസൽ, ഗ്യാസ്, ഓയിൽ, അങ്ങനെയൊക്കെ എല്ലാത്തിനും ലോസ് വരും.
So this loss of energy decreases their efficiency. So we need to reduce friction in fluids, isn't it? Friction koraka means easy movement, isn't it? So easy മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റിന് ഐഡിയാസ് കിട്ടുന്നത് നേച്ചറിൽ നോക്കിയിട്ട് തന്നെയാണ്. ലൈക്ക് ഈ ബേർഡ്സിൻ്റെ ഷേപ്പ്, അല്ലെങ്കിൽ വാട്ടറിലാണെങ്കിൽ ഫിഷിൻ്റെ ഷേപ്പ്, ഇതൊക്കെ സ്ട്രീം ലൈൻഡ്. ആ വേർഡ് മനസ്സിലാക്കി വെക്കണം, സ്ട്രീം ലൈൻഡ്. ദാറ്റ് മീൻസ് രണ്ട് എൻഡ്സിലും ഷാർപ്പായിട്ട്, ഇൻ ബിറ്റ്വീൻ ബ്രോഡായിട്ട്, അങ്ങനെയുള്ളതാണ് ഒരു സ്ട്രീം ലൈൻഡ് ഷേപ്പ്. സോ സ്ട്രീം ലൈൻഡ് ഷേപ്പ് ക്യാൻ റിഡ്യൂസ് ഫ്രിക്ഷൻ ആൻഡ് വിച്ച് എൻഹാൻസസ് ഈസി മൂവ്മെൻറ്റ്. ഒരു സ്ട്രീം ലൈൻഡ് ഷേപ്പുള്ള കാറ് വിൽ യൂസ് ലെസ് പെട്രോൾ ദാൻ അനദർ കാർ വിത്ത് സെയിം സൈസ്. അതുപോലെ തന്നെ എയ്റോപ്ലെയിൻ ഇൻ ദ ഷേപ്പ് ഓഫ് ബേർഡ്, boats in the shape of fish, all is streamlined and which reduces friction. So all vehicles are designed to have shapes which reduce fluid friction. And or expected question ആണ്, what is drag? Drag is nothing. ഈ fluid friction തന്നെയാണ് drag എന്ന് പറയുന്നത്. The frictional force exerted by fluids is called drag. Okay. The term drag is very important because നിങ്ങൾക്ക് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. So note this. So let's move on to the next topic. Friction, a necessary evil. What do you understand from this heading? Friction, a necessary evil. അല്ലേ? Necessary means നമുക്ക് അത്യാവശ്യമാണ്, but it is also evil. That means ഫ്രിക്ഷന് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ലെറ്റ്സ് സീ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഫ്രിക്ഷൻ ഇനാബിൾസ് us to walk, jump, run, climb, അല്ലേ? Without friction we will slip down, isn't it? That is, it will be impossible to even stand up without friction. And നമ്മൾ പഠിച്ചു, ഫ്രിക്ഷൻ is the force that slows things down, അല്ലേ? നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കാറിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നു, കാറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ എല്ലാം എന്താണ്? ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സാധിക്കുന്നത്. ഇഫ് ദർ ഇസ് നോ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയർ ഓഫ് ദ വെഹിക്കിൾ ആൻഡ് ദ റോഡ്, വാട്ട് വിൽ ഹാപ്പൻ? You could not even start the vehicle, you could not stop, you could not change the direction of motion. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ഒരു സ്റ്റോപ്പ് ഇല്ല. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. വി കുഡ്ന്റ് സ്റ്റോപ്പ്. ഇഫ് an object started moving, it would never stop if there were no friction. ഓക്കെ, നമുക്കൊരു ഗ്ലാസ് ഓഫ് വാട്ടർ നമുക്ക് പിടിക്കണം. we need to hold a glass of water. just think, ആ ഗ്ലാസിൻ്റെ സർഫസിൽ ഫുള്ള് ഓയിലോ ഗ്രീസോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. then it will be difficult to hold that glass, isn't it? കാരണം എന്താണ്? അവിടെ ഫ്രിക്ഷൻ കുറവായതുകൊണ്ട് ഇറ്റ് വിൽ സ്ലിപ്പ് ഡൗൺ. അത് ഓയിലി സർഫസ് ആണല്ലേ, അപ്പം നമ്മൾ പിടിക്കുമ്പോൾ എന്തായാലും അത് സ്ലിപ്പ് ഡൗൺ ആവും. സോ ഫ്രിക്ഷൻ ഹെൽപ്സ് ടു ഹോൾഡിംഗ് ഒബ്ജെക്ട്, isn't it? And think, if there is no friction, can you write with a pen or a pencil? ഒബ്ജക്ട്സിനെ ഹോൾഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. then how can you write with a pen? If there is no friction, you could not fix a nail into a wall. No building could be constructed. You could not light up a matchstick. In this way, you can list out so many advantages of friction. So, what are the advantages of friction? Yes, friction enables us to walk, jump, run, climb, etc. It will be impossible to even stand up without friction. Without friction, you will slip down. It helps to hold object. Friction helps to start, stop, change the direction of motion of vehicles. Without friction, one could not write with a pen or pencil. A nail can be fixed in the wall due to friction. Without friction, no building could be constructed. Lighting a matchstick. These are all the advantages of friction. From this you can take the note, okay? Now let's see what are the disadvantages of friction. Last class le nammal oru activity cheyidu alle, rubbing the hands together.
സോ വാട്ട് ഹാപ്പൻ? റബ്ബ് ചെയ്തപ്പോൾ ചൂട് അനുഭവപ്പെട്ടു അല്ലേ? ദാറ്റ് ഈസ് ഫ്രിക്ഷൻ പ്രൊഡ്യൂസസ് ഹീറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മാച്ച് സ്റ്റിക്ക് നമ്മൾ റഫ് സർഫസിൽ പോയിട്ട് ഒന്ന് റബ്ബ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇറ്റ് ക്യാച്ചസ് ഫയർ, ഇസ്ന്റ് ഇറ്റ്? ഫ്രിക്ഷൻ പ്രൊഡ്യൂസസ് ഹീറ്റ് എന്നുള്ളത് എങ്ങനെയാണ് ഡിസഡ്വാൻറ്റേജ് ആവുന്നത് എന്ന് നോക്കാം. The jar of a mixer becomes hot when it is run for some time, isn't it? ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ, അതായത് ഫ്രിഡ്ജ് ആവട്ടെ, ഫാൻ ആവട്ടെ, എല്ലാം കുറച്ച് നമ്മൾ യൂസ് ചെയ്ത ശേഷം നോക്കുമ്പോൾ അത് ചൂടായിട്ടുണ്ടാവും, isn't it? Why? Because of this friction. Friction produces heat. സോ ചൂടാവുന്നത് അവിടെ എന്താണ്? ആക്ച്വലി അവിടെ ഒരു എനർജി വേസ്റ്റേജ് ആണ് അല്ലേ? അതുപോലെ തന്നെ കാർ എൻജിൻ ബിക്കംസ് ഓവർ ഹീറ്റഡ് ബിക്കോസ് ഓഫ് ദിസ് ഫ്രിക്ഷൻ. സോ ഓൾ ദിസ് കംസ് അണ്ടർ ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ. ഈ മെഷീൻസിൻ്റെ ഉള്ളിലൊക്കെ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ഉള്ളിലുള്ള പാർട്സ് ഉണ്ടല്ലോ, അത് തമ്മിൽ റബ്ബ് ചെയ്യുവാണ് ഉള്ളിൽ സംഭവിക്കുന്നത്. സോ റബ്ബ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? ഫ്രിക്ഷൻ ഉണ്ടാകുന്നു അല്ലേ? ഒരു മിഷീൻ്റെ ഉള്ളിൽ, മിഷൻ മീൻസ് നമുക്ക് മിക്സി ആകാം, എന്തും ആവാം, ഓക്കെ, കാറാവാം, എല്ലാം ഇതിൽ പെട്ടത് തന്നെയാണ്. സോ അതിൻ്റെ ഉള്ളിൽ പാർട്സ് തമ്മിൽ അവിടെ വർക്ക് ചെയ്യാണ്. വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? പാർട്സ് തമ്മിൽ അവിടെ ഉരയും, അല്ലെങ്കിൽ റബ്ബ് ചെയ്യും, അല്ലെങ്കിൽ സ്ലൈഡ്സ് ഈച്ച് അതർ, അല്ലെങ്കിൽ മൂവിങ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ, റിലേറ്റീവ് മോഷൻ, അങ്ങനെ ഒരുപാട് ടേംസ് നമ്മൾ ഫ്രിക്ഷന് വേണ്ടി പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ഓൾ ദീസ് പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ എനർജി വേസ്റ്റേജ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് it can make wear outs to some materials. ലൈക്ക് നമ്മൾ പറയില്ലേ, തേയ്മാനം എന്ന് പറയില്ലേ, നമ്മളുടെ ഷൂസൊക്കെ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അങ്ങനെ തേഞ്ഞു പോയിട്ടുള്ള പോലെ, അതുപോലെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയൊക്കെ സംഭവിക്കാറില്ലേ? അതുപോലെ ഗ്രൗണ്ട്സിനും ഈ തേയ്മാനം വരാറുണ്ട് കേട്ടോ. ലൈക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആ സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതൊക്കെ വോൺ ഔട്ട് ആയിട്ട് കിടക്കുന്നത് കാണാൻ പറ്റാറുണ്ട് അല്ലേ? സോ സോൾസ് ഓഫ് ഷൂസ്, സ്ക്രൂസ്, ബാൾ ബെയറിങ്സ്, ഇതിലെല്ലാം തന്നെ നമുക്ക് വെയർ ഔട്ട്സ് കാണാനായിട്ട് പറ്റും ബിക്കോസ് ഓഫ് ദിസ് ഫ്രിക്ഷൻ. സോ ഇറ്റ് ഈസ് എ ഡിസഡ്വാൻറ്റേജ്. സോ യു ക്യാൻ ടേക്ക് ദ നോട്ട്. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ? Friction can produce heat. So when a machine is operated, heat is generated and that can cause much wastage of energy. A soles of shoes wear out due to friction. It can wear out materials like screws, ball bearings, etc. അതുപോലെ ഇത് എപ്പോഴും ഫ്രിക്ഷൻ എപ്പോഴും റെസിസ്റ്റ് ചെയ്യും മോഷനെ. സോ വി നീഡ് ടു പുട്ട് ആൻ എക്സ്ട്രാ എനർജി ടു overcome it, isn't it? So it is also a disadvantage. That is, it always resists the motion, so extra energy is required to overcome it. Wear and tear ne kurichu padichu. So it also decreases the life expectancy of moving parts of vehicles. ലൈഫ് എപ്പോഴും കുറവായിരിക്കും, ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഞാൻ ലാസ്റ്റ് തരുന്ന നോട്ട്സിൽ ഇത് രണ്ടും ഞാൻ എഴുതിയിട്ടില്ല. ബിക്കോസ് ഇതിന് ഞാൻ കറക്റ്റായിട്ട് അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ യു ടേക്ക് ദ നോട്ട് ഫ്രം ഹിയർ ഇറ്റ് സെൽഫ്, ഓക്കെ? ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇറ്റ് ക്യാൻ വോൺ ഔട്ട് സ്റ്റെപ്സ് ഓഫ് ഫുഡ് ഓവർ ബ്രിഡ്ജസ് അറ്റ് റെയിൽവേ സ്റ്റേഷൻ ആൻഡ് അതർ പ്ലേസസ്. സോ നമ്മളിവിടെ അഡ്വാൻറ്റേജസും കണ്ടു, ഡിസഡ്വാൻറ്റേജസും കണ്ടു അല്ലേ? Now let's see how to increase and reduce friction. The only one way to increase the friction is by making the surface rough. എത്രത്തോളം സർഫസ് റഫ് ആവുന്നോ അത്രത്തോളം ഫ്രിക്ഷൻ കൂടും അല്ലേ? As roughness increases, friction also increases. You might see during the rainy season, ഈ റോഡുകളും മുറ്റം അങ്ങനെയെല്ലാം വെള്ളം കെട്ടിയിട്ടൊക്കെ ഇങ്ങനെ സ്ലിപ്പറി ആയിട്ടുണ്ടാവും അല്ലേ? So what we used to do? We used to spread sand, gravels over it, isn't it? Why do we do so? Yes, to increase friction, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഗ്രൂവ്ഡ് ഷൂസ് കാണാറുണ്ട്. ലൈക്ക് ഈ സ്പോർട്സ്മാനൊക്കെ കൂടുതലും ഗ്രൂവ്ഡ് ഷൂസാണ് യൂസ് ചെയ്യുക. വൈ? They need to get a better grip on the floor, അല്ലേ? ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഗ്രിപ്പാണ് എന്ത്? ഫ്രിക്ഷൻ. അതുപോലെ തന്നെയാണ് കാർ, ബുൾഡൗസർ, ട്രക്സ്, അതിൻ്റെ എല്ലാം ടയേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ദേ ആർ treaded tires. Why they are using treaded tires? It is designed to provide a better grip with the ground, അല്ലേ?
സോ ഇറ്റ് വിൽ ഇൻക്രീസ് ഫ്രിക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ ഈ മൂവിങ് വെഹിക്കിൾസിലൊക്കെ നമ്മൾ ബ്രേക്സ് യൂസ് ചെയ്യും അല്ലേ? ലൈക്ക് കാറാണെങ്കിലും ട്രക്സ് ആണെങ്കിലും, ഇനി ഫോർ എക്സാമ്പിൾ ഒരു ബൈസിക്കിൾ ആണെങ്കിലും വി ആർ യൂസിങ് ബ്രേക്സ് to stop the vehicle, to control the vehicle, isn't it? So the application of brake also increases friction. If you are riding a cycle and you suddenly apply the brake, what is actually happening there? Our brake pads are wheels touch ചെയ്യും, and then it arrests the motion of that wheels or that rims. Due to what? Due to friction. അതുപോലെ തന്നെ ഈ കബഡി പ്ലെയേഴ്സൊക്കെ നിങ്ങൾ ഫിലിംസിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. അവർ ഈ പ്ലേ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് മണ്ണെടുത്ത് കയ്യിൽ റബ്ബ് ചെയ്ത് കളയും അല്ലേ? വൈ ദേ ഡു സോ? യെസ്, ടു ഗെറ്റ് എ ബെറ്റർ ഗ്രിപ്പ് അല്ലേ? ഓർ ടു ഇൻക്രീസ് ഫ്രിക്ഷൻ. സെയിം ഇൻ ദ കേസ് ഓഫ് ജിംനാസ്റ്റിക്സ് ഓൾസോ. അവരും കയ്യിൽ എന്തോ ഒരു കോൾഡ് സബ്സ്റ്റൻസ് അവർ അപ്ലൈ ചെയ്യാറുണ്ട് ഇൻ ഓർഡർ ടു ഗെറ്റ് എ ബെറ്റർ ഗ്രിപ്പ്. സോ ഈ കേസസിലൊക്കെ നമുക്ക് ഫ്രിക്ഷൻ കൂടുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത്. സോ ഹൗ ടു ഇൻക്രീസ് ഫ്രിക്ഷനിൽ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾസ് എല്ലാം പറയാം. ഓക്കെ, നൗ ലെറ്റ്സ് സീ ഹൗ ടു ഡിക്രീസ് ഓർ റെഡ്യൂസ് ഫ്രിക്ഷൻ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലൂബ്രിക്കൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അല്ലേ? നമ്മളൊരു സൈക്കിൾ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാണ്, ലൈക്ക് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് റഫ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ സൈക്കിൾ ചെയിനിലൊക്കെ നമ്മൾ ലൂബ്രിക്കൻസ് ലൈക്ക് ഓയിൽ അല്ലെങ്കിൽ ഗ്രീസൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് ഇൻ ഓർഡർ ടു ഗെറ്റ് എ സ്മൂത്ത് മൂവ്മെൻറ്റ് അല്ലേ? അതുപോലെ തന്നെ കാറെല്ലാം ഓവർ ഹീറ്റ് ആവുന്നത് ഫ്രിക്ഷൻ കൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. ലൈക്ക് അതിൻ്റെ ഉള്ളിലെ മൂവിങ് പാർട്സ് തമ്മിൽ സ്ലൈഡ് ചെയ്ത് അല്ലെങ്കിൽ റബ്ബ് ചെയ്ത് ആണ് അവിടെ ഫ്രിക്ഷൻ പ്രൊഡ്യൂസ് ആവുന്നത്. സോ ഓവർ ഹീറ്റ് ആവുന്നതിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കാറിൽ എൻജിൻ ഓയിൽസ് യൂസ് ചെയ്യാറുണ്ട്. ഓയിൽ ഇസ് ഓൾസോ ലൂബ്രിക്കൻറ്റ്. So we can say that lubricants are used to reduce friction, not only in vehicles, moving parts of any machines. അതുപോലെ തന്നെ ഹിഞ്ചസ് ഓഫ് എ ഡോർ. ചിലപ്പോൾ ഈ ഡോറൊക്കെ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ ചിലപ്പോൾ ചില ക്ലൈമറ്റ്സിലൊന്നും നമുക്ക് പറ്റാറില്ല, ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പോഴും നമ്മൾ ഈ ലൂബ്രിക്കേഷൻ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ ഹൗ ദിസ് ലൂബ്രിക്കൻസ് വർക്ക്. ഈ മൂവിങ് മെഷീൻ പാർട്സിൻ്റെ ഇടയിൽ നമ്മൾ ലൂബ്രിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു തിൻ ലെയർ ഓഫ് ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് അവിടെ ഇൻ ബിറ്റ്വീൻ വരും. അപ്പോൾ ഒരു ഡയറക്റ്റ് റബ്ബിങ് അവിടെ ഉണ്ടാവില്ല. ഇൻ ബിറ്റ്വീൻ എന്തുണ്ട്? അവിടെ ഓയിൽ ഉണ്ട് അല്ലേ? സോ ദർ ഈസ് നോ ഡയറക്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ സർഫസസ്, isn't it? So which in turn reduces the interlocking of irregularities between the surfaces അല്ലേ? So the application of lubricants reduces friction and which enhances smooth movement. ഈ ഇൻ്റർലോക്കിംഗ് ഓഫ് ഇറഗുലാരിറ്റീസ് ബിറ്റ്വീൻ സർഫസസ് എന്നൊക്കെ ഞാൻ ഡയറക്റ്റ്ലി അങ്ങോട്ട് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നന്നായിട്ട് ഒരുപാട് സമയം എടുത്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഗോ ആൻഡ് വാച്ച് ദാറ്റ് വീഡിയോസ്. നൗ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മൾ ലൂബ്രിക്കൻസ് യൂസ് ചെയ്താൽ ഫ്രിക്ഷൻ കുറയും അല്ലേ? സോ ഇഫ് വി അപ്ലൈ എ ലാർജ് എമൗണ്ട് ഓഫ് ലൂബ്രിക്കൻസ് ക്യാൻ വി റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ടു സീറോ? നോട്ട് അറ്റ് ഓൾ. ബിക്കോസ് ഒരിക്കലും നമുക്ക് ഫ്രിക്ഷനെ സീറോ ആക്കാൻ പറ്റത്തില്ല. ഓക്കെ, ബിക്കോസ് നമ്മൾ പഠിച്ചു നോ സർഫസ് ഇസ് പെർഫെക്റ്റ്ലി സ്മൂത്ത് അല്ലേ? എത്ര സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ദർ വിൽ ബി some kind of irregularities in them, isn't it? That means minute irregularities എല്ലാ സ്മൂത്ത് സർഫസിലും ഉണ്ട്. So friction can never be entirely eliminated. Okay. Now another thing to reduce friction is air cushion. Have you seen an air hockey table? Air hockey table കുറച്ച് ഹോൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ബോട്ടം സൈഡിലായിട്ട് ഫാന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, രണ്ട് സൈഡിലായിട്ട് ഫാന്. സോ ആ ഫാന് പ്ലേ സ്റ്റാർട്ടാകുമ്പോൾ അത് വർക്ക് ചെയ്തിട്ട് ഇൻ ബിറ്റ്വീൻ അവിടെ എയർ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ എൻഹാൻസ് ദ മോഷൻ ഓഫ് ദാറ്റ് പമ്പ്സ്, സോ വിച്ച് റെഡ്യൂസസ് ഫ്രിക്ഷൻ. താഴെ എയർ ഉള്ളതുകൊണ്ട്, അതായത് ആ ടേബിളിൻ്റെയും പമ്പ്സിൻ്റെയും ഇടയിൽ എയർ വരുമ്പോൾ അവിടെ ഒരു ഡയറക്റ്റ് ടച്ചിങ് വരുന്നില്ല. സോ നമുക്ക് ഈസി ആയിട്ട് അതിനെ പ്ലേ ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. സെയിം പ്രോസസ്സ് തന്നെയാണ് ഹോവർ ക്രാഫ്റ്റിനുള്ളത്. താഴെ എയർ കുഷൻ ഉള്ളതുകൊണ്ട്, എയർ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് അവിടെ വരുന്നില്ല. സോ ഇറ്റ് എൻഹാൻസസ് എ സ്മൂത്ത് മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ നമ്മൾ ക്യാരം ബോർഡ് കളിക്കുമ്പോൾ വാട്ട് വി യൂസ് എ ടൈപ്പ് ഓഫ് പൗഡർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ, വിച്ച് ഇസ് സ്പ്രിങ്കിൾഡ് ഓൺ ദ ക്യാരം ബോർഡ് ടു റെഡ്യൂസ് വാട്ട്? ഫ്രിക്ഷൻ.
സോ ഈ ലൂബ്രിക്കൻസ് ആണെങ്കിലും ഈ ഫൈൻ പൗഡർ ദാറ്റ് വി യൂസ്ഡ് ഇൻ ദ ക്യാരം ബോർഡ് അതാണെങ്കിലും എയർ കുഷൻസ് ആണെങ്കിലും എല്ലാം ഹൗ ദേ വർക്ക്സ് ദേ ഫോം എ സ്മൂത്ത് ലെയർ ബിറ്റ്വീൻ ദ ടു സർഫസസ് ഉണ്ട് രണ്ട് റഫ് സർഫസിൻ്റെ ഇടയിലൊരു സ്മൂത്ത് സർഫസ് ആയിട്ട് ഇത് ആക്ട് ചെയ്യാണ്. സോ ആ റഫ് സർഫസുകൾ തമ്മിൽ ദർ ഇസ് നോ ഡയറക്റ്റ് കോണ്ടാക്ട്, ദർ ഇസ് നോ ഡയറക്റ്റ് റബ്ബിംഗ്. So which reduces friction. Okay, next way to reduce friction is by using wheels. We have learned about rolling friction, alle, which is the weakest among the three friction. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫ്രിക്ഷൻ ഏതായിരുന്നു? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരുന്നു അല്ലേ? സോ വീക്കസ്റ്റ് ഏതാണ്? റോളിംഗ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ വളരെ കുറവാണ്. Which enhances very 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 easy movement, isn't it? That is why most of the ground transportation use wheels. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ആൻഡ് നമ്മൾ ലഗേജസ് ഒക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് ട്രോളീസ്. Trolleys also use wheels. Let's see an activity given in your textbook based on this idea. ഇത് വളരെ സിമ്പിൾ ആക്ടിവിറ്റിയാണ്. ഒരു ബുക്ക് നമ്മൾ ജസ്റ്റ് ഒരു ബെഞ്ചിൽ സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം ഒരു 3 റൗണ്ടഡ് പെൻസിലുകൾ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള പെൻസിലിൻ്റെ മേലെ വെച്ചിട്ടും സ്ലൈഡ് ചെയ്യാം. സോ നമുക്ക് മനസ്സിലാകും ഇറ്റ് വിൽ ബി ഈസി ടു മൂവ് ദ ബുക്ക് ഓവർ ദ പെൻസിൽസ് ബിക്കോസ് പെൻസിൽസ് ആക്ട് ആസ് റോളേഴ്സ് ദർ. സോ മോഷൻ ഓഫ് ദ ബുക്ക് ഓൺ ദാറ്റ് റോളേഴ്സ് വിൽ ബി വെരി ഈസി. ആൻഡ് വീൽസ് ഇസ് സെറ്റ് ടു ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻ ഓഫ് മാൻകൈൻഡ്. നിങ്ങൾ ഇങ്ങനെയുള്ള ഫ്രേസസ് ഒക്കെ എക്സാമിനൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ബിക്കോസ് ഇതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ബാൾ ബെയറിങ്സ് കണ്ടിട്ടില്ലേ? കാർ വീൽസ് അതുപോലെ തന്നെ ഈ സീലിംഗ് ഫാൻ അതിലൊക്കെ നമ്മൾ ബാൾ ബെയറിങ്സ് കണ്ടിട്ടുണ്ട് ബിറ്റ്വീൻ ദ ഹബ്സ് ആൻഡ് ദ ആക്സിൽ. സോ ഇൻ ബിറ്റ്വീൻ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല, അവിടെ ഈ ബാൾ ബെയറിങ്സ് ആണുള്ളത്. അപ്പോൾ അവിടെ ഒരു റോളിംഗ് ഫ്രിക്ഷൻ ആണ് ഇൻ ബിറ്റ്വീൻ അത് വരുന്നത്. സോ ബാൾ ബെയറിംഗ് റെഡ്യൂസസ് ഫ്രിക്ഷൻ ബൈ അവോയ്ഡിങ് ഡയറക്റ്റ് കോണ്ടാക്ട് ആൻഡ് റബ്ബിംഗ് and over what? Rolling friction in between the hub and axles of these items. So ball bearings also reduces friction. So that's all about this chapter. Very simple chapter, very small chapter. So notes ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. If you like my video, if it is helpful to you, don't forget to like my video, comment, subscribe and make suggestions. So next class നമുക്ക് exercise problems നോക്കാം. So see you in the next video. Till then, bye.